കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മേഘാപ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 8-ാം വാക്യം. എൻ്റെ ശത്രുവായുള്ള എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. പ്രവാചകനെ പ്രവചന ശുശ്രൂഷിക്കേണ്ടി വിളിച്ച കാലഘട്ടത്തിൽ ദൈവഭയമില്ലാത്ത ജനം, ദൈവത്തോട് പ്രാർത്ഥനയില്ല, ദൈവത്തെ ആരാധിക്കുന്നില്ല, ദൈവവിരുദ്ധമായി ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, ഭിന്നതകളും പിണക്കങ്ങളും അനീതിയും അക്രമങ്ങളും പകയും നിറഞ്ഞു നിന്നിരുന്നൊരു കാലഘട്ടം. എൻ്റെ നടുവിൽ പ്രവാചകൻ ദൈവത്തിനു വേണ്ടി നിലനിൽക്കുകയാണ്. ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഭക്തനായ മനുഷ്യൻ. ഇതിൻ്റെ നടുവിൽ ശത്രുവായവൾ, പിശാചിൻ്റെ ശക്തികൾ തൻ്റെ പരാജയം കണ്ട് സന്തോഷിപ്പാനിടയാകരുത്. ദൈവം വിളിച്ചു വേർതിരിച്ചു വേണ്ട റിസൾട്ട് കാണാതിരിക്കുമ്പോൾ ക്ഷീണങ്ങൾ കടന്നു വരാം, പിന്മാറ്റം കടന്നു വരാം, പ്രാർത്ഥനയിൽ മടുപ്പ് കടന്നു വരാം, വിശ്വാസത്തിൽ ഇടിവ് സംഭവിക്കാം. ഇതെല്ലാം കണ്ട് പിശാച് സന്തോഷിപ്പാൻ ഇടയാകാതെ വണ്ണം പ്രാർത്ഥനയിൽ തളർന്നു പോകാതെ, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ, കൃതാനു വേണ്ടി ബലത്തോടെ നിൽപ്പാൻ, എരിവോടെ നിൽപ്പാൻ സഹായിക്കണമേ എന്നുള്ള ആഴമായ പ്രാർത്ഥന. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, എൻ്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. ആത്മീയതയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവവേദൽ ആത്മീയതയിൽ നിന്ന് പിന്മാറിക്കഴിയുമ്പോൾ പിശാചും അവൻ്റെ കൂട്ടാളികളും സന്തോഷിക്കുന്നു. പ്രാർത്ഥനയിൽ പരാജയം സംഭവിച്ചു, വിശ്വാസത്തിൽ പരാജയം, വിശുദ്ധിയിൽ പരാജയം, വിശ്വസ്തതയിൽ പരാജയം, കൂട്ടായ്മയും കൂടിവരവുകളിൽ കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, ആരാധനയിൽ പങ്കെടുപ്പാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, ഇതെല്ലാം ആര് സന്തോഷിക്കുന്നു? പിശാച് സന്തോഷിക്കുക. പ്രവാചകൻ പറയുകയാണ്, എൻ്റെ ശത്രുവായവൾ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. ആത്മീയ പരാജയം കണ്ടുകൊണ്ട് പിശാച് സന്തോഷിപ്പാൻ ഇടയാകാതെ വണ്ണം ഇന്നേ ദിവസം സ്വർഗം സന്തോഷിക്കുന്ന ഒരു ജീവിതത്തിനുടമകളായി, ഇന്ന് മാത്രമല്ല എന്നും എപ്പോഴും ആയിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.